Hello, good morning. Good morning. Okay. Yes, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Yes, very good morning to all. മാം അൺമ്യൂട്ട് ആക്കാൻ നോക്കിയിരിക്കുന്നു. ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ല, ചെറിയൊരു ലാഗിങ് ഉണ്ട്. അതിന് ടൈപ്പ് ചെയ്ത് ചെറിയ ആണോ? ഇടയ്ക്ക് ശരിയാവും, ഇടയ്ക്ക് അത് ടൈപ്പ് ചെയ്യുമ്പോ വരില്ല. അത് ചിലപ്പോ ചില സമയത്തെ ഈ നെറ്റ് ഇഷ്യൂ ഇവിടെയും ഉണ്ട്. ചിലപ്പോഴൊക്കെ ഇപ്പൊ ഇടയ്ക്കൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഓഫായി പോവുക. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തോണ്ട് പെട്ടെന്ന് ഓഫായി പോയി ഇല്ലേ? പെട്ടെന്ന് സഡൻ ആയിട്ടാണ്, ഒരു വാർണിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്നായിട്ട് അങ്ങോട്ട് ഓഫായി പോയി. ഞാനും വിചാരിച്ചു എന്ത് പറ്റിപ്പോയാവോ ഒന്ന് പെട്ടെന്ന്. ഓക്കെ, യെസ്. അത് ഈ ചില സമയത്ത് ഇപ്പൊ ഇന്നിപ്പോ ഈ മഴയൊന്നും ഇല്ല, അങ്ങനെ ലാഗ് വരേണ്ട ആവശ്യമില്ല. കുറച്ച് മഴയും കാറ്റൊക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കും ലൈൻ ഭയങ്കര ഇതായി പോകും, അതുകൊണ്ടായിരിക്കും. നെറ്റ്വർക്ക് സ്ലോ ആണോ? അതെ അതെ, ചില ഏരിയയില്. സോ നമുക്ക് തുടങ്ങാം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പുതിയൊരു ചാപ്റ്റർ എടുത്തിട്ട് അതിന്റെ കുറച്ച് ഭാഗമൊക്കെ നമ്മള് കണ്ടെത്തിയിരുന്നു. ഏതായിരുന്നു ചാപ്റ്ററിന്റെ പേര്? ഏതാ ചാപ്റ്ററിന്റെ പേരെന്താ? ഓക്കെ, ഞാൻ മ്യൂട്ട് മാറ്റാം. എന്താണ് ചാപ്റ്ററിന്റെ പേര്? HMIS. HMIS എന്ന് പറയുമ്പോ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഹെൽത്ത് ആണ് കേട്ടോ. മറ്റേത് ഒരു HIS നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിപ്ലോമയിലും പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റലിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ച് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി പഠിക്കാൻ പേഷ്യൻസിനെ സംബന്ധിക്കുന്നതാകാം, എന്തെങ്കിലും റിസർച്ച് നടത്താനാകാം, മെഡിസിൻസിനെ സംബന്ധിക്കുന്നതാകാം, പുതിയ പുതിയ ടെക്നോളജീസ്, ഇതിനൊക്കെ വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ആൻഡ് HMIS എന്ന് പറയുമ്പോൾ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ദാറ്റ് മീൻസ് റിഗാർഡിംഗ് ദ ഹെൽത്ത് ഓഫ് ദ പേഷ്യൻസ് ഓർ ദ പോപ്പുലേഷൻ. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെയും, അവരെല്ലാവരും കൂടി മൊത്തത്തിലാണ് നമ്മൾ ഈ പോപ്പുലേഷൻ ഉദ്ദേശിച്ചത്, അവരുടെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിനകത്ത് വരുന്നതാണ് മെഡിക്കൽ റെക്കോർഡുകൾ അല്ലെ? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആയിട്ടാണ് ഇന്ന് പല കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സും, ഈ രണ്ട് രീതിയിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ അതിന് രണ്ട് ആസ്പെക്ടുകളാണ്. ഒന്ന് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഡാറ്റ, ഇഫ് യു ഹാവ് ടു ട്രാക്ക് ഇറ്റ്, ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പൊ എവിടെ പോയിട്ട് അറിയാൻ പറ്റുക? ആ പേഷ്യന്റിന്റെ റെക്കോർഡുകളെ ഡിപ്പെൻഡ് ചെയ്താണ് അയാളെ കുറിച്ചുള്ള വ്യക്തമായ ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്ത് രോഗത്തിനാ വന്നേ, ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഇപ്പൊ ആളുടെ അവസ്ഥ സ്ഥിതി എന്താണ്, മെച്ചപ്പെട്ടിട്ടുണ്ടോ, അല്ല കൂടുതൽ വേഴ്സ് കണ്ടീഷനിലേക്ക് പോയോ, അല്ല കുഴപ്പമില്ല അത് ഇങ്ങനെ പ്രോഗ്രസിങ് ആണ് എന്ന് വെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന each and every ഇൻഫോർമേഷൻസ് നമുക്ക് മെഡിക്കൽ റെക്കോർഡുകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഹിസ്റ്ററി ഓഫ് ഡാറ്റ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ്. ആ പേഷ്യന്റിന്റെ ഹിസ്റ്ററി, അവരുടെ ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ടുള്ളത്, മെഡിക്കൽ സംബന്ധമായിട്ടുള്ളത്, മനസ്സിലായി? അങ്ങനെയുള്ള ഇതാണ്, അതാണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിനകത്ത് വരിക. അപ്പൊ അതിൽ നമ്മൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ എന്താ പറയാ, ഈ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ബേസിസിലാണ് ദേ മേ ഗോ ഫോർ ദ പ്രിവെന്റീവ് സ്ക്രീനിങ്സ് ആൻഡ് ഓൾസോ ചെക്കപ്സ്. ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ അതായത് ഏത് പേഷ്യന്റിനെ നമുക്ക് ഇനി അടുത്ത് നോക്കണം, ആർക്കാണ് ചെക്കപ്പിന് വേണ്ടി പോകേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഷ്യന്റിനെ നമുക്ക് സ്ക്രീൻ ചെയ്യാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളും വ്യക്തതയോടെ ഡോക്ടേഴ്സിന് പോലും മനസ്സിലാക്കാനും ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? ആൻഡ് ഓൾസോ സം ടെസ്റ്റുകൾ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് റിഗാർഡിംഗ് ദ ബ്ലഡ് ടെസ്റ്റ്, നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, ബ്ലഡ് പ്രഷർ റീഡിങ്സ്, അതുപോലെ തന്നെ വാക്സിനേഷൻസ്, ഇതൊക്കെ കൃത്യസമയത്ത് കൊടുക്കാനും മറ്റുമൊക്കെ ഈ റെക്കോർഡുകൾ കൃത്യമായിട്ട് സഹായിക്കും.
അല്ലെ? അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ മാത്രമല്ല they can at last എല്ലാം കൂടി ചേർത്തിട്ട് they can also improve and monitor the quality services which is provided. അവര് ആ ഒരു ഹോസ്പിറ്റലിൽ എന്ത് രീതിയിലുള്ള സേവനമാണ് നൽകുന്നത് അത് മോണിറ്റർ ചെയ്യുക, ഇനിയും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനം കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതും ഈ മെഡിക്കൽ റെക്കോർഡ്സ് നോക്കിയിട്ടാണ്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നോക്കിയിട്ടാണ്. ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് EMRS എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിജിറ്റൽ വേർഷൻ ഓഫ് പേപ്പർ ചാർട്ട്. ഡിജിറ്റൽ വേർഷൻ നമ്മൾ നേരത്തെ പണ്ടൊക്കെ ഇതൊക്കെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഇങ്ങനെ കുറെ കെട്ട് പുസ്തകങ്ങളായിട്ട് ഫയലുകളായിട്ട് വലിയ മോട്ട ഇങ്ങനെ എന്താ പറയാ റെക്കോർഡ് ബുക്കുകളിലാണ് പണ്ട് പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇത്തരം വിവരങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതായിക്കോട്ടെ, അവർ വരുമ്പോ OP ടിക്കറ്റ് എടുക്കുന്നതായിക്കോട്ടെ, ഏത് എത്ര കാര്യങ്ങളും ഇതുപോലെയുള്ള വലിയ ഫയലുകളും ബുക്കുകളും ആണ് രേഖപ്പെടുത്തി വെച്ചിരുന്നത്. അതിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ അതിനെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻ മറ്റ് ഏതെങ്കിലും തരത്തിൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലേക്ക് ആ ഒരു മാറ്റം വന്നു. കാരണം ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി, പുതിയ ഡെവലപ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് നമ്മൾ എന്താ പറയാ ഇൻഫർമേഷൻ സിസ്റ്റം, IT ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സിസ്റ്റം അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പക്ഷെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ പോലെ തന്നെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. മീൻസ് കുറച്ചുകൂടി അധികമായിട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ചില ലിമിറ്റേഷൻസ്, പരിമിതികളെ ഓവർകം ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിങ് ഉള്ള ഒരു കാര്യമാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇത് ഫോക്കസ് ഓൺ ദ ടോട്ടൽ ഹെൽത്ത് ഓഫ് ദ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന്റെ മൊത്തം ആരോഗ്യം അത് എങ്ങനെയാണ് അവിടുത്തെ ക്ലിനിക്കൽ പരമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ രോഗിയെ ശുശ്രൂഷിക്കുന്നത് മുതൽ അയാളുടെ എല്ലാ തരത്തിലുള്ള ഡാറ്റ which is provided by the providers in different departments. അതായത് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ പോയിട്ടുണ്ട്, ആ ആളുടെ ആ ഒരു ഫുൾ എപ്പിസോഡ് ഓഫ് കെയറിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലത്ത് എന്താ പറയാ ആ പേഷ്യന്റ് പോയിട്ടുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ മാത്രമല്ല, ഫാർമസിയിൽ മാത്രമല്ല, മറ്റു ഏതൊക്കെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടോ ആ ഒരു ക്ലിനിക്കൽ ഡാറ്റ ഓൾമോസ്റ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ടോട്ടൽ ഹെൽത്ത് ആളുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യവുമായി ബന്ധപ്പെടുത്തിയുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ഓൾസോ ക്യാരിഡ് ഔട്ട്. അതായത് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അത് നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ they can share the information with the other departments in the hospital itself. ആ ഹോസ്പിറ്റലിലുള്ള ഇപ്പൊ ഫാർമസിയിലുള്ള ഡീറ്റെയിൽസ് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർക്ക് കൈമാറണം. ചിലപ്പോ ഞാനൊരു എന്തെങ്കിലും പനി തലവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, അപ്പൊ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ മരുന്ന് കുറിച്ച് വിടുന്നു അല്ലെ. അപ്പൊ നമ്മൾ മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ പോകും. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ വരികയാണ്, പനിയൊന്നും വലിയ കുറവൊന്നുമില്ല, വീണ്ടും വരുന്നു. Then the doctor may think that it is a symptom, that fever may be the symptom of some other diseases. അപ്പൊ ഡോക്ടർക്ക് തോന്നുകയാണ് ഇത് സാധാരണ പനിയല്ല, സാധാരണ വൈറൽ ഫീവർ ഒക്കെയാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ മരുന്ന് കൊടുത്ത് അത് മാറും. ഓക്കെ, ആ ഒരു ഡോസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പക്ഷെ ഇത് വീണ്ടും വരികയാണെങ്കിൽ അവർ ചിലപ്പോ വീണ്ടും ഈ മരുന്നൊക്കെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? താൽക്കാലികമായിട്ട് പെർമനന്റ് ആയിട്ട് കുറഞ്ഞിട്ടേ നമുക്ക് ആശ്വാസം കിട്ടുള്ളൂ. ടെമ്പററി ആയിട്ട് അത് കുറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഡോക്ടേഴ്സ് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യും ഇന്നൊരു ഡിപ്പാർട്ട്മെന്റിൽ കാണിച്ചേക്കാം. ചിലപ്പോൾ അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ കൺഫ്യൂഷൻ, ഡൗട്ട് ഒക്കെ തോന്നിയിട്ട് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ സജസ്റ്റ് ചെയ്യും. സോ ടു ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ പേഷ്യന്റിന് അത്രയും നേരം എന്തൊക്കെ മരുന്നുകളാണോ ആ ഒരു പർട്ടിക്കുലർ ഡോക്ടർ പ്രൊവൈഡ് ചെയ്തത് അത് ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അവിടുത്തെ ഇൻഫർമേഷൻസ് വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ വേണ്ടേ? യെസ് വേണം. അപ്പൊ അങ്ങനെ വിതിൻ ദ ഓർഗനൈസേഷൻ the data have to be transferred from one department to another. That means it connects the informations. ഈ പറയുന്ന ഇൻഫോർമേഷൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇൻഫോർമേഷൻ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അങ്ങനെ അതെല്ലാം തമ്മിൽ എന്താ പറയാ അവർക്ക് ഒത്തുനോക്കി പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ ആൻഡ് ഓൾസോ ആ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം കൂടി നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഉണ്ട്. മാത്രമല്ല ആ ഓർഗനൈസേഷൻ ഇപ്പൊ ചിലപ്പോ ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോ ആ പേഷ്യന്റിനെ അവിടെയൊക്കെ നോക്കി എന്തൊക്കെ ചെക്കപ്പ് നടത്തിയിട്ടും അവർക്ക് അത് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോഴും എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ ആളെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കണ്ടോ അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിലേക്ക് ചിലപ്പോൾ ആളെ മാറ്റുകയാണ്. സോ ദീസ് ഇൻഫോർമേഷൻസ് ഹാവ് ടു ബി ഓൾസോ
disclosed to that particular hospital. അപ്പൊ ഇവിടുന്ന് നമ്മൾ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്, കണ്ടെത്തി, ഇന്ന മരുന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ, നമ്മൾ ചോദിക്കില്ലേ അവിടെ ചെല്ലുമ്പോ വേറൊരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവര് ചോദിക്കും അവിടെ എന്തൊക്കെയാ ട്രീറ്റ്മെന്റ് കൊടുത്തേ ഇല്ലേ, ചോദിക്കും എന്തൊക്കെ മരുന്ന് കഴിച്ചു. അപ്പൊ നമ്മൾക്ക് ചിലപ്പോ ആ രോഗിക്ക് അത് പറയാനായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. സോ അതിന് പകരം ഇന്ന ഈ ചാർട്ടോടൊപ്പമാണ് ചിലപ്പോ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആളെ ഷിഫ്റ്റ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം along with the document ഇൻഫോർമേഷൻസ്, ആ ഇൻഫോർമേഷൻസ് ഉൾപ്പെടെയാണ് എന്ത് ചെയ്യുന്നത്, ആളെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ആ ഒരു ഓർഗനൈസേഷൻ ഇതിന്റെ ഓർഗനൈസേഷനിൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനും and also from organization from that particular hospital to another hospital ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് ഇൻഫോർമേഷൻ റെക്കോർഡ്സ് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഓൾ ദ ഇൻഫോർമേഷൻസ് വിൽ കണ്ടെയ്ൻ, ഇപ്പൊ ലാബിലുള്ളത്, ക്ലിനിക്കിലുള്ളത്, അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്തത്, all these informations will be included in health electronic health records. ഇതിനകത്തെല്ലാം വരും. മറ്റേതിനകത്ത് അത്രയധികം ഇല്ല. അതിനേക്കാൾ ഒരു പടി ഉയർന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇതിലുള്ളത്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലുള്ളത്. ആൻഡ് ഇതെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്യുന്ന റെക്കോർഡുകളാണ് ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഗാരറ്റ് സ്റ്റേറ്റ്മാൻ ആണ് കേട്ടോ. ഗാരറ്റ് സ്റ്റേറ്റ്മാൻ 2011 അദ്ദേഹം കണ്ടെത്തിയ കാര്യമാണ് ഈ ഇലക്ട്രോണിക് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇലക്ട്രോണിക്കലായിട്ടുള്ള ഇൻഫോർമേഷൻ ടെക്നോളജി ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികം കാലഘട്ടമൊന്നും ആയില്ല. ഇത്രയും വലിയ കോമൺ ആയിട്ട് ഇത്രയും ഫെമിലിയർ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനും കമ്പ്യൂട്ടറിലൂടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനും ഇന്ന് എല്ലാ ഫീൽഡിലും കമ്പ്യൂട്ടറിന്റെ ഉപയോഗമുണ്ട് അല്ലെ. IT ടെക്നോളജി ഇല്ലാത്ത ഒരു ബിസിനസ് മേഖല തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല ഇന്നത്തെ കാലത്ത്. സോ ഇതെല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എങ്ങനെ? കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇതെല്ലാം നമുക്ക് വർക്കുകളൊക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു. മാത്രമല്ല ഈ പറയുന്ന റെക്കോർഡ് ബുക്കുകളൊക്കെ സ്റ്റോർ ചെയ്യാനും അതിങ്ങനെ എടുത്തു വെക്കാനും കുറേയൊക്കെ എന്ത് ചെയ്യും, കുറെ പഴയതാവുമ്പോ അതിനകത്ത് പൊടിഞ്ഞു പോകും, പേപ്പറല്ലേ, പേപ്പറൊക്കെ പൊടിഞ്ഞു പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് all these records will be kept safe as a file in the IT യിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് ഫയലായിട്ട് കുഞ്ഞു ഫയലായിട്ട് സൂക്ഷിച്ചു വെക്കും. സോ അറ്റ് എനി ടൈം ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് അതെടുത്ത് ഉപയോഗിക്കാം. മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇങ്ങനെ കറങ്ങണേ, ഈ ഇൻഫോർമേഷൻസ് ആയിട്ട്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇലക്ട്രോണിക് മെഡിക്കൽ ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, സോ ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടാ. EHRs focus on the total health of the patient going beyond standard clinical data collected in the providers office. എവിടുന്നാ കളക്ട് ചെയ്യുന്നത്? പ്രൊവൈഡേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ആരാണോ ആ ഡാറ്റ കൊടുക്കുന്നത് അവര്. ഇപ്പൊ ലാബിൽ നിന്ന് കൊടുക്കുമ്പോൾ ലാബുകാരാണ് ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫാർമസിന്ന് കൊടുക്കുമ്പോൾ ഫാർമസിക്കാരാണ് ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എവിടെ നിന്നാണോ ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ടോട്ടൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സമയത്ത് ഏതൊക്കെ രോഗത്തിന് വേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം അവിടെ ഉണ്ടായിരിക്കും റെക്കോർഡ്സിൽ. ഇതിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഫോക്കസ് ചെയ്യുന്നത്. പ്രൊവൈഡേഴ്സ് ഓഫീസ് എന്നുള്ളത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, അവിടെ വരെ മതി. EHR ഫോക്കസ് ഓൺ എന്ന് തുടങ്ങി പ്രൊവൈഡേഴ്സ് ഓഫീസ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ചെയ്തോ? ഇനി ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആർ ബിൽറ്റ് ടു ഷെയർ. അതായത് EHRകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്? ദേ ആർ ബിൽഡ് എന്നാണ്. അതേ എന്നും ഇവിടെ ഉദ്ദേശിക്കുന്നത് EHR ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. EHR എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? To share information with other healthcare providers, that means other organizations. എന്ന് വെച്ചാൽ മറ്റു ഹോസ്പിറ്റലുകളിലേക്കും ഈ ഇൻഫോർമേഷൻസ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഞാൻ ഉദാഹരണം പറഞ്ഞു, രോഗം വന്നു, ആദ്യം വന്നു ഏതെങ്കിലും ഫിസിഷ്യനെ കണ്ടു, രോഗം മാറിയില്ല, വീണ്ടും അത് തന്നെ അതേ രോഗവുമായിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരുന്നു, നമ്മളെ ആ ഒരു രോഗം ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ വീണ്ടും ഫിസിഷ്യനെ തന്നെ നേരത്തെ കണ്ടതാണല്ലോ, ഡോക്ടറെ മാറിയില്ല, എന്താണാവോ? അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? ചിലപ്പോൾ വല്ല ബ്ലഡ് ടെസ്റ്റോ മറ്റ് ഏതെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ പറയും, അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും, റിസൾട്ട് നോക്കും. സോ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് തന്റെ ഫീൽഡിൽ പെട്ടതല്ല, ഏതെങ്കിലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്ത മരുന്ന് എന്തൊക്കെയാണോ അതൊക്കെ അവർ ചോദിക്കാനല്ല, ഓൾറെഡി ഇതിനകത്ത് അവിടെ പ്രിസ്ക്രൈബ് ചെയ്തത് എല്ലാ റെക്കോർഡ്സിനകത്ത് ഉണ്ടായിരിക്കും. അത് അവർക്ക് നോക്കാൻ പറ്റും എന്തൊക്കെ മരുന്നാണ് അവിടെ കൊടുത്തത്,
ഇപ്പൊ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജസിൽ ചില പേഷ്യൻസിനെ കൊണ്ടുവരില്ലേ എന്ന് വെച്ചാൽ മരിക്കാൻ പോകുന്നു എന്ന പോലെ ചില ആൾക്കാർ ഹോസ്പിറ്റലിൽ മനുഷ്യന്മാരെ കൊണ്ടുപോകുമ്പോ അവിടെ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആദ്യം തന്നെ എന്തെങ്കിലും മരുന്ന് കൊണ്ടുണ്ടാവും, ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് ആയിരിക്കും, എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവിടെ പറ്റാണ്ട് അപ്പൊ വീണ്ടും അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ എന്താ കൊടുത്തേ നോക്കട്ടെ, ആ ചാർട്ടൊക്കെ ചോദിക്കും. ആ ചാർട്ടുമായിട്ടാണ് ആംബുലൻസിൽ ചിലപ്പോൾ ഇത്തരം ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുക. സോ ദേ ക്യാൻ റെഫർ ദാറ്റ് പർട്ടിക്കുലർ റെക്കോർഡ്. ആ റെക്കോർഡ് നോക്കും അവർക്ക്, എന്ത് മരുന്നാ കൊടുത്തത്, എന്ത് ഇഞ്ചക്ഷനാ പ്രൊവൈഡ് ചെയ്തത്, ഇല്ലേ അങ്ങനെയൊക്കെ അല്ലേ എന്ന് നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യം ഇത്ര വിശദമായിട്ട് അറിയേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ഇതിലാണ് ജീവിക്കണേ. ഇന്ന് എന്താ പറയാ വളരെ ആരോഗ്യത്തോടെയൊക്കെ നടക്കുന്ന മനുഷ്യന്മാര് നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം പെട്ടെന്ന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ല, ഇതൊക്കെ നമ്മൾ കേൾവിയും ഉള്ള കാര്യങ്ങളാണ്. പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പൊ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. സോ ഓരോ ഡേ ബൈ ഡേ എന്തൊക്കെ ഡിസീസസും അതിലൊക്കെ എന്തൊക്കെ ചികിത്സകളും അത് എത്ര രീതിയിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുകയാണ്, പണ്ടത്തെ രീതിയിലല്ല. ഇതൊക്കെ കാണാനുള്ള മാധ്യമങ്ങളും മാർഗങ്ങളും നവഡേയ്സ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അത് കേട്ടോ. അപ്പൊ ഏതൊക്കെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ ലാബിലേക്ക് അവരവരുടെ ഹോസ്പിറ്റലിൽ തന്നെ ലാബ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് അങ്ങനെയൊക്കെ എന്താ പറയാ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്, EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരെ എന്താണ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, സോറി അതന്നെ അണ്ടർലൈൻ ചെയ്യാം. ദേ ആർ ബിൽഡ് തുടങ്ങി ലബോറട്ടറീസ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് വരെ ചെയ്തിട്ട് അതിന്റെ കൂടെ ബാക്കി അതിന്റെ സോ ദാറ്റ് ദേ കണ്ടെയ്ൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ട. സ്പെഷ്യലിസ്റ്റ് ഇൻ ദ പേഷ്യൻസ് കെയർ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ആളുടെ പേര് ഗാരറ്റ് ആൻഡ് സ്വീറ്റ്മാൻ 2011 എന്നുള്ളത് കൂടി അണ്ടർലൈൻ ചെയ്തത്. അതിന്റെ ഇടയിൽ ഒരു സോ ദേ കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട്, അത് വേണ്ട. ആ ഒരു സെന്റൻസ് ദേ ആർ ബിൽഡ്, ആ ദേ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. ക്ലിയർ ആയല്ലോ പറയുന്നത്? 2 സെന്റൻസ് ആണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ടുള്ളൂ, അതിന്റെ ആവശ്യമുള്ളൂ. ക്ലിയർ? യെസ്. Then the next one. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പേഷ്യന്റ് റെക്കോർഡ്സ്? എന്തിനാണ് ഇങ്ങനെ പേഷ്യന്റിന്റെ ഈ റെക്കോർഡുകളൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഫോർ വാട്ട് പർപ്പസ്? ഈസ് ദർ എനി necessity for recording patient health informations and also saving them, storing them? പേഷ്യന്റിന്റെ ഇതുപോലെയുള്ള റെക്കോർഡുകൾ ഉണ്ടാക്കുന്നു, അത് സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതിനെന്തെങ്കിലും എന്താ പറയാ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ, എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? തീർച്ചയായിട്ടും there are several important purpose for maintaining patient clinical records. പേഷ്യൻസിന്റെ ക്ലിനിക്കൽ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്തന്നെ ചെയ്യണം, വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്? ദാറ്റ് മീൻസ് ഒരു പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഏതെങ്കിലും രീതിയിൽ സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് പേഷ്യൻസ് റെക്കോർഡ്സ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ്. അത് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. പണ്ടത്തെ രീതി ട്രഡീഷണൽ രീതി എന്ന് പറഞ്ഞാൽ ബുക്കുകളിൽ രേഖപ്പെടുത്തി വെക്കുക, ഫയലുകളിലാക്കുക, അല്ലെ? ഓരോ പേഷ്യൻസിന്റെ എന്തെങ്കിലും ചാപ്റ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫയൽ ചെയ്ത് വെക്കുക, ടെസ്റ്റ് ചെയ്തതിന്റെയും ഇതൊക്കെ അവരുടെ ആ പേഷ്യന്റിന്റെ പേരിലുള്ള ഫയലിനകത്ത് ഉൾപ്പെടുത്തി വെക്കുക. അവരെ സംബന്ധിച്ച ഡാറ്റാസ് ഒക്കെ ബുക്കുകളിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക, അങ്ങനെയാകാം. അല്ലെങ്കിൽ നമ്മുടെ IT ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇനി ഏതെങ്കിലും രീതിയിൽ എനിവേ ഏത് രീതിയിലാണെങ്കിലും പേഷ്യന്റിന്റെ റെക്കോർഡ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. അതായത് ഒരു റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടു മാനേജ് ദ ഫുൾ എപ്പിസോഡ് ഓഫ് കെയർ ഓഫ് ദ പർട്ടിക്കുലർ പേഷ്യന്റ്. ആ പേഷ്യന്റിന്റെ ഫുൾ എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രാവശ്യം ഞാൻ പോകുന്നു, അതൊരു എപ്പിസോഡ് അല്ലെ? ഡോക്ടറെ കണ്ടു മടങ്ങുന്നു, അടുത്ത ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു അടുത്ത മാസം നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് വീട്ടിൽ വരുന്നു. അപ്പൊ നമ്മുടെ ഹെൽത്തുമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ എവിടെയുണ്ട്? ആ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിലുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ എന്താ പറയാ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വരുത്തുന്ന ഒരു ചെറിയൊരു തെറ്റെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ വേഗം കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്തങ്ങൾ പോകുന്നു. അടുത്ത പ്രാവശ്യം വേറൊരു അസുഖം വന്നു, ചിലപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആവണമെന്നില്ല, ചിലപ്പോൾ ആകുമായിരിക്കാം. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പൊ അതിനുവേണ്ടി അവിടെ പോകണ്ട, അവിടെ ഇച്ചിരി പൈസ കൂടുതലാണ്, വേറെ സ്ഥലത്ത് പോകും, അവിടെ പോകുന്നു അല്ലെ? അതിനേക്കാൾ ഉപരി നല്ലത് ഒരു ഡോക്ടറെ നമ്മൾ കൃത്യമായിട്ട് ഒരു സമയം കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ചെറിയ കാലത്തില് പീഡിയാട്രീഷനെ കാണിച്ചപ്പോൾ തുടങ്ങിയുള്ള കാര്യമില്ല ഞാൻ ഉദ്ദേശിച്ചത്.
അതല്ലാതെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ എന്താ പറയാ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും അസുഖങ്ങളൊന്നും ഇച്ചിരി പ്രായമൊക്കെ ആവുമ്പോൾ തുടങ്ങി എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. നമ്മളൊരു പർട്ടിക്കുലർ ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മളെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് ഓൾറെഡി അവിടെ റെക്കോർഡഡ് ആയിരിക്കും. ആൻഡ് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് വരുന്ന അസുഖങ്ങൾക്ക് നമ്മൾ അവിടെ തന്നെ പോവുകയാണെങ്കിൽ അവിടെ നമ്മളുടെ ആ അസുഖത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ സ്ഥിതി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ അറിയണം. എന്ന് വെച്ചാൽ അവിടെ തന്നെയാണോ നമ്മൾ പോണേ. അപ്പൊ ഇന്ന ആളുടെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ആളുടെ ഏജ് ഇത്ര, ആൾക്ക് ഇന്ന അസുഖമുണ്ട്, അവർക്ക് ആ ഡീറ്റെയിൽസ് ആ ഒരു ലിസ്റ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെക്കോർഡ്സ് കാണുമ്പോൾ അണ്ടർസ്റ്റാൻഡ്, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവര് ഓരോ പ്രാവശ്യം വരുന്ന കെയറിന് അവരെന്തൊക്കെയാണ് കൊടുക്കുന്നത്, ഓൾ ദീസ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ മെഡിക്കൽ റെക്കോർഡ്സ്. അതുപോലെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് പേഷ്യൻസിന്റെ റെക്കോർഡായിട്ട് വെക്കുന്നു. ആൻഡ് ഓൾസോ ദ റെക്കോർഡ്സ് ഓഫ് കണ്ടിന്യൂം കെയർ. കണ്ടിന്യൂം കെയർ എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ചയായിട്ടുള്ള കെയറിങ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ രോഗത്തിൽ നിന്ന് ശമനം കിട്ടുന്നുണ്ട്. വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആ ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ we will go for that. അതിന് തന്നെയാണ് നമ്മൾ മുൻഗണന കൊടുത്ത് പോകേണ്ടത്. കാരണം നമ്മുടെ ആ ഒരു കെയറിങ്ങിന്റെ എല്ലാ റെക്കോർഡ്സും ഈസ് ദർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. അവിടെ തന്നെ ഉണ്ട്. ഇനി ഒട്ടും പറ്റില്ല, അങ്ങനെയുള്ള ഫെസിലിറ്റി ഇല്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള ഫെസിലിറ്റി ആ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി കാണിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു ഫുൾ പേഷ്യന്റിന്റെ ഹെൽത്തുമായിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം എന്തുണ്ട്, ഹോസ്പിറ്റലിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് വായിച്ചു കേട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ് എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എപ്പിസോഡ് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഈ ഓരോ എപ്പിസോഡുകൾ, ചില സീരീസുകൾ കാണുമ്പോൾ ഒരു എപ്പിസോഡ്, രണ്ടാമത്തെ എപ്പിസോഡ്, അങ്ങനെ അല്ലെ? സീരിയൽ കാണൂലേ, അതിനകത്തുണ്ട് എപ്പിസോഡ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു ഡേയിലെ പ്രോഗ്രാം ആണ്. ഓക്കെ, ഇവിടെ എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് സർവീസസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യന്റ് വിത്ത് എ സ്പെസിഫിക് കണ്ടീഷൻ ഡ്യൂറിംഗ് എ പീരീഡ് ഓഫ് ടൈം. ഒരു സ്പെസിഫിക് പീരീഡില് ഇപ്പൊ ഇന്ന് ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടുത്തെ എന്താ പറയാ ഹോസ്പിറ്റലിൽ പേഷ്യന്റിന് വേണ്ട കെയറിങ്ങും ഡോക്ടർ കൺസൾട്ടേഷനും ബ്ലഡ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്നത് കൊടുത്ത് വിടുന്നു. അതാണ് ഒരു എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ് എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്? ക്ലിയർ ആയോ? റെഫേഴ്സ് ടു ദ ഒറ്റ സെന്റൻസിൽ പറയാവുന്ന കാര്യമുള്ളൂ. ക്ലിയർ ആണോ? services provided to a patient with a specific condition for a specific period of time. ആ ഒരു കൃത്യസമയത്തുള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നൊരു ദിവസം പോകുന്നു, ആശുപത്രി പോകുന്നു, ചിലപ്പോൾ ഭയങ്കര വയ്യായികയായിട്ട് ചെല്ലുന്നു, ഡോക്ടർ അവിടെ കിടക്കുന്നു. ആ ഒരു അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയും മറ്റു കാര്യങ്ങളും നമ്മളവിടെ കിട്ടുന്നു. അത് മുഴുവൻ അവിടെ റെക്കോർഡ്. ആ ഒരു ചികിത്സ ആ ഒരു സ്പെസിഫിക് പീരീഡിൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ്, കെയറിങ്, ദാറ്റ് ഈസ് കോൾഡ് എപ്പിസോഡ് ഓഫ് കെയർ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക എന്താണ് എപ്പിസോഡ് ഓഫ് കെയർ എന്നുള്ളത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്? പർപ്പസ് ഓഫ് റെക്കോർഡാണ്. പേഷ്യന്റിന്റെ റെക്കോർഡുകൾ ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കണേന്ന്. അപ്പൊ ഒന്ന് എപ്പിസോഡ് ഓഫ് കെയർ നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഒരു രോഗി ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരുടെ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് അവര് കൊടുത്ത ട്രീറ്റ്മെന്റുകൾ, കെയറിങ്ങുകൾ, അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ. അത് ഒരു എപ്പിസോഡ് ഓഫ് കെയറിലെ ഫുൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ മെഡിക്കൽ റെക്കോർഡാണ് പിന്നീട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂ വന്നു പേഷ്യൻസിന്, ആ ഒരു എപ്പിസോഡ് ഓഫ് കെയറിൽ അവിടെ എന്തെങ്കിലും പാകപ്പിഴ വന്നു, ഡോക്ടേഴ്സ് വന്നതാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെട്ടെന്ന് രോഗിക്ക് തന്നെ രോഗം മൂർച്ഛിക്കുക. അപ്പൊ ആൾക്കാരൊക്കെ കൂടി എന്താ പറയാ റിലേറ്റീവ്സും മറ്റേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി വന്ന് ബഹളം വെക്കും അല്ലെ? അപ്പൊ ആ ഒരു റെക്കോർഡുകൾ ഇറ്റ് വിൽ ഹെൽപ്പ്. അത് പല കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. ആ ഒരു ഹെൽത്ത് റെക്കോർഡാണ് ഒരു പ്രാവശ്യം കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, കെയറുകളാണ് എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കണ്ടിന്യൂം ഓഫ് കെയർ ആണ്. കണ്ടിന്യൂം എന്ന് പറയുന്നത് എന്താ? തുടർച്ചയായിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്രഹെൻസീവ് അറേ ഓഫ് ഹെൽത്ത് സർവീസസ് ആണ് വിച്ച് ഇസ് പ്രൊവൈഡഡ് ബൈ ഹോസ്പിറ്റൽസ്. അതായത് ഒരു രോഗിക്ക് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ കൊടുത്തിരിക്കുന്ന കെയറിങ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പ്രാവശ്യം വന്നു, 2 ദിവസം ചിലപ്പോൾ അഡ്മിറ്റ് ആയി പോയി, അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിക്കുമ്പോൾ വീണ്ടും വന്നു, കണ്ടോ? അപ്പോഴൊക്കെ ഓരോ പ്രാവശ്യം വരുമ്പോഴും റെക്കോർഡ്സ് അല്ലെ? ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ അവിടെ ഉണ്ട്. അപ്പൊ അതെല്ലാം കോംപ്രഹെൻസീവ് ആയിട്ട് സമഗ്രമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ആ ഹോസ്പിറ്റലിൽ. ആ ആൾക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി എന്താ പറയാ ചികിത്സ കൊടുത്തിട്ടുണ്ട്, കെയറിങ് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു കെയറിങ്ങിന്റെ ഇന്റൻസിറ്റി,
ഇതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂം ഓഫ് കെയർ എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു രോഗിയെ ചികിത്സിച്ചും അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പ്രാവശ്യം വീണ്ടും ചികിത്സിക്കും, ഇതിന്റെ എല്ലാത്തിന്റെ കൂടെ ഒരു റെക്കോർഡാണ്. ഇൻവോൾവിംഗ് എ സിസ്റ്റം ദാറ്റ് ഗൈഡ്സ് ആൻഡ് ട്രാക്സ്. ആൻഡ് ഇതെന്തിനു സഹായിക്കും? അടുത്ത പ്രാവശ്യങ്ങളിൽ വീണ്ടും അയാൾ വരുമ്പോൾ അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററിക്ക് പെട്ടെന്ന് നോക്കാം. കാരണം അവിടെ ഒരു കണ്ടിന്യൂം ഓഫ് അറേ എന്ന് പറഞ്ഞാൽ, അറേ എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടം റെക്കോർഡ്സ് ആളെ സംബന്ധിക്കുന്നുണ്ട്. ബിക്കോസ് പ്രീവിയസ്ലി അവർ പല പ്രാവശ്യം നമ്മുടെ ഹോസ്പിറ്റൽസിൽ വന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് പ്രൊവൈഡഡ് മെനി ഇന്റൻസീവ് കെയർ. ചിലപ്പോൾ നല്ല തീവ്രമായ പരിചരണമൊക്കെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. സോ ആ റെക്കോർഡ്സ് വിൽ ഹെൽപ്പ് ദം. അവരെ സഹായിക്കും. ഇതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്കും ഇന്ന കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ചില രോഗമായിരിക്കും ചിലപ്പോൾ ഇപ്പൊ വന്നേക്കണേ, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് മുമ്പ് നടത്തിയ ചികിത്സയായിരിക്കാം, പക്ഷെ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഇതൊക്കെ ഓരോ കാര്യങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂ ഓഫ് കെയർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? മെഡിക്കൽ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന്റെ റെക്കോർഡ്സിന്റെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? സെക്കൻഡ് വൺ, HMIS 2014 ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. HMIS ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസ് 2014 ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് കണ്ടിന്യൂം ഓഫ് കെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ഗൈഡ്സ് ആൻഡ് ട്രാക്സ് പേഷ്യൻസ് ഓവർ ടൈം ത്രൂ എ കോംപ്രഹെൻസീവ് അറേ ഓഫ് ഹെൽത്ത് സർവീസസ്. സമഗ്രമായ ഒരു എന്താ പറയാ ആരോഗ്യ സേവനങ്ങള് പല ലെവൽസിൽ നിന്നും ഒരു ഹോസ്പിറ്റലിലും എവിടെയൊക്കെ ആൾക്ക് ചികിത്സ കിട്ടിയിട്ടുണ്ട്, എവിടെയൊക്കെ കെയറിങ് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന, ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യം. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പല കാര്യങ്ങളും ഗൈഡ് ചെയ്യാം, പല കാര്യങ്ങളും ട്രാക്ക് ചെയ്യാം ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്നത് എന്നാണ് HIMS എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത്. കണ്ടിന്യൂം ഓഫ് കെയർ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് എന്നൊക്കെ പറഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെന്താന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? എന്തിനാണ് പിന്നെ മെഡിക്കൽ റെക്കോർഡുകൾ, പേഷ്യന്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്? പേഷ്യന്റിന് കെയർ കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ പേഷ്യൻസിന്റെ കെയർ ഈസ് ഡോക്യുമെന്റഡ്. നമുക്കറിയാം ഒരു പേഷ്യന്റിനെ നമുക്ക് ചികിത്സിക്കുന്നതിന് മുമ്പ് തന്നെ ഇറ്റ് വിൽ ബി ഡോക്യുമെന്റഡ്. ആളുടെ പേര് അവിടെ നിന്ന് തുടങ്ങും അല്ലെ, പേര്, വയസ്സ്, പിന്നെ മാരീഡ് ആണോ അല്ലെ, മാരിറ്റൽ സ്റ്റാറ്റസ്, പിന്നെ എന്തെങ്കിലും ജോലിയൊക്കെ. ചില ഹോസ്പിറ്റൽസ് അങ്ങനെ എന്ന് വെച്ചാൽ ജോലി സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ചില ആൾക്കാർക്ക് വരുമല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യം ഇൻഫർമേഷൻസ് അവിടെ തുടങ്ങി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ മേക്കിംഗ് എ പ്ലാൻ ഫോർ ദാറ്റ് പേഷ്യന്റ് കെയർ. ആ പേഷ്യന്റിന് കൊടുക്കേണ്ട കെയറിങ് ഏത് രീതിയിലാകണം എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡോക്യുമെന്റേഷൻസ് ചെയ്യുന്നത്. ഓരോ ആളുകൾക്കും ഒരേ രീതിയിലാണ് എന്താ പറയാ ചികിത്സ കൊടുക്കുക. ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുന്ന ചികിത്സാ രീതി ആയിരിക്കോ ഒരു 50 വയസ്സുള്ള ആൾക്ക് കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ആണോ? ഡിപ്പെൻസ് അപ്പോൺ ദ പേഷ്യൻസ് ഏജ് അല്ലെ. ചില ചികിത്സകൾ കൊടുക്കുന്നത് മിക്കവാറും എന്താണ് പേഷ്യൻസിന്റെ ഏജിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. 10 വയസ്സുള്ള കുട്ടിയുടെ കൊടുക്കുന്ന മരുന്ന് ഭയങ്കര ഡോസ് ഒക്കെ കൂടിയത് ആ കുട്ടിക്ക് അതിന്റെ എന്താ പറയാ റെസിസ്റ്റിംഗ് പവർ മറ്റു കാര്യങ്ങൾ അതിന് എന്താ പറയാ ആ ഒരു ആരോഗ്യത്തിൽ വെച്ചിട്ട് അതിന് ആ മെഡിസിൻ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്നില്ല. അപ്പൊ അതിനാണ് നമ്മളോട് വയസ്സ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചില എല്ലാവർക്കും ചെല്ലുമ്പോ പനിയല്ലേ, എല്ലാവർക്കും പനിയുള്ളവർക്കൊക്കെ ഒരേ മരുന്ന് കൊടുക്കുന്നു, അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. കൊച്ചുകുട്ടികളൊക്കെ ആകുമ്പോൾ സിറപ്പുകളൊക്കെ കൊടുക്കുന്നു. വലുതാകുമ്പോ അതിന്റെ ആ ഒരു അതിന്റെ ആ ഒരു കണ്ടെയ്ൻമെന്റ് കൂടുതലാകുന്ന രീതിയിലുള്ള മരുന്നുകളൊക്കെയാണ് ഓരോന്നിനും പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ഓരോന്നിനും അതിൻ്റെതായ ഏജ് അനുസരിച്ച് കൊടുക്കുന്ന മെഡിസിൻസിന്റെ ഡോസേജിനൊക്കെ വ്യത്യാസമുണ്ട്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് അപ്പൊ നമ്മൾ നോക്കുക, ഒരു പേഷ്യന്റ് when they are entering to a hospital, their informations are documented for planning their treatment. ആ പേഷ്യന്റിന്റെ രോഗത്തെ കുറിച്ച് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലെ പേഷ്യന്റിന്റെ റെക്കോർഡുകൾ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്. അപ്പൊ they can provide the full episode of their care. അപ്പൊ ആ രോഗിയെ എങ്ങനെ ചികിത്സിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം, അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ, വീണ്ടും എത്ര ദിവസം കഴിഞ്ഞ് വീണ്ടും അവർക്ക് ആ കെയറിങ് കൊടുക്കണം. ചിലപ്പോ ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോ അഡ്മിറ്റ് ചെയ്തിട്ടേ പോയിക്കഴിഞ്ഞിട്ട് വീണ്ടും ഇനി അടുത്ത മാസം വരിക, ചെക്കപ്പിന് വേണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഒരാളുടെ ചിലപ്പോ ഉണ്ടായിരിക്കും പേഷ്യന്റിനെ സംബന്ധിച്ച്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് അവരുടെ പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിങ്ങിനും വേണ്ടിയിട്ടൊക്കെയാണ്. സോ
ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ പേഷ്യന്റ് റെക്കോർഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റ് റെക്കോർഡുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ടതാണ് ഫോർ പ്രൊവൈഡിങ് പേഷ്യന്റ് കെയർ. പേഷ്യന്റിനെ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റ് റെക്കോർഡുകൾ എന്താ പറയുക വളരെ അത്യാവശ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഹെൽത്ത് നമ്മുടെ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഒക്കെ പ്രൊവൈഡ് ഹെൽത്ത് മാനേജ്മെന്റ് എല്ലാ ആളുകളുടെയും വന്നു പോകുന്ന എല്ലാ പേഷ്യൻസിനൊക്കെ ഹെൽത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ ആണ് അവർ കൊടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് അതായത് നല്ല രീതിയിലുള്ള കെയറിങ് കൊടുക്കണമെങ്കിൽ പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കെയറിംഗ് ആണ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ ആരോഗ്യം, വയസ്സ്, പിന്നെ അവരുടെ മറ്റ് രോഗാവസ്ഥകൾ ഇല്ലാത്ത കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പേഷ്യൻസിന് കെയർ കൊടുക്കുന്നത്. സോ ദ പേഷ്യൻസ് റെക്കോർഡ് ബിക്കംസ് ഓൾസോ എ ക്രിട്ടിക്കൽ ടൂൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ പേഷ്യന്റ് റെക്കോർഡുകൾ എന്തായി മാറുന്നു, ഒരു ക്രിട്ടിക്കൽ ടൂൾ ആണ്, ഒരു ഉപാധിയാണ്, ഒരു ഉപകരണമാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊവൈഡ്, ടു കോൺട്രിബ്യൂട്ട് കെയർ. അതായത് അവരുടെ കെയർ കൊടുക്കാനും ആ കെയർ കൊടുക്കുന്നതൊക്കെ ഡോക്യുമെന്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. മനസ്സിലായോ? അപ്പൊ ഇന്ന പേഷ്യൻസിനൊക്കെ ഇന്ന രീതിയിലുള്ള മരുന്ന് കൊടുക്കുന്നു, ആ മരുന്നുകൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്താണ് കൊടുത്തത്, കാരണം ഇയാളുടെ ഏജ് ഇതാണ്, ഇയാളുടെ രോഗം ഇതാണ്, അപ്പൊ ആൾക്ക് ഈ മരുന്നാണ് കൊടുക്കുന്നത്. കണ്ടോ? ഇതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ പ്രൊവൈഡിങ് പേഷ്യന്റ് കെയർ. ഇതിനു വേണ്ടിയിട്ട് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാൻ, അതിനെ കുറിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ. എന്ത് രോഗം, അപ്പൊ വലിയ എന്തെങ്കിലും രോഗമായിട്ട് വരുന്നു, ആ രോഗം എന്താണെന്ന് ചിലപ്പോ സ്ഥിരീകരിക്കാനായിട്ട് ഡോക്ടേഴ്സിന് തന്നെ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരവരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കും. അതിനുശേഷം അവർ എന്താണ് ഇതിൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതെന്ന് ആലോചിക്കും. മറ്റ് ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ബുക്കുകളൊക്കെ റെഫർ ചെയ്തോ മറ്റാരുടെയെങ്കിലും സഹായം തേടിയോ, എക്സ്പേർട്സിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പേർട്സിന്റെ സഹായം തേടിയോ ഒക്കെ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. എന്ത് മരുന്ന് കൊടുക്കുക, ഓക്കെ, എന്ത് പ്രൊസീജിയർ ചെയ്യണം, ഓപ്പറേഷൻസ് ആണോ, ഏത് രീതിയിലാണ്, എവിടെയാണ്, എന്താണ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ പേഷ്യന്റിനെ കെയർ ചെയ്യാൻ ഡോക്യുമെന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ? പേഷ്യന്റിനെ കെയർ ചെയ്യാൻ, അതിന് കൊടുക്കുന്ന കെയർ പ്ലാൻ ചെയ്യാൻ പേഷ്യന്റ് റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് റെക്കോർഡ്സ് പ്രൊവൈഡ് ദ documented basis for planning patient care and treatment. അത്രയും മതി, അത്രയും മതി കേട്ടോ. മനസ്സിലായല്ലോ? ഒറ്റ സെന്റൻസിലെല്ലാം ഉണ്ട്. പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ആണ് പേഷ്യന്റിന് കൊടുക്കുന്ന കെയറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്നാണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ എപ്പിസോഡ് ഓഫ് കെയർ പറഞ്ഞു. പിന്നെ കണ്ടിന്യൂം ഓഫ് കെയർ, നമ്മൾ കൊടുക്കുന്ന കെയർ കണ്ടിന്യൂ ചെയ്തു വരുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ പേഷ്യന്റിന് കൊടുക്കുന്ന കെയറുകൾ എങ്ങനെയായിരിക്കണം, ഏതൊക്കെ കെയർ, ഏത് രീതിയിൽ കെയർ ചെയ്യണം, ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്സിൽ നിന്നാണ്, റെക്കോർഡ്സിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് ഓൾസോ എ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡർ. ഇങ്ങനെ പേഷ്യൻസിന്റെ റെക്കോർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഇത് മറ്റൊരു ഉപാധി കൂടിയാണ്. എന്താണ്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. ആർക്ക് കമ്മ്യൂണിക്കേഷൻ? അതായത് ഡോക്ടേഴ്സിന്, നഴ്സസിന്, മറ്റുള്ളവർക്കൊക്കെ ഒരു ഓർഗനൈസേഷനിൽ, ഒരു ഹോസ്പിറ്റൽസിൽ ഉള്ള രോഗികൾ, അവരെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്, അവരുടെ ഇൻഫോർമേഷൻസ് ചിലപ്പോൾ ഡോക്ടേഴ്സിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, ലാബിലേക്ക് പോകണം, അല്ലെങ്കിൽ ഫാർമസിയിലേക്ക് പോകണം, അങ്ങനെ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗനൈസേഷനിലേക്ക്, മറ്റു ഹോസ്പിറ്റൽസിലേക്ക് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ എന്താണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് സഹായിക്കുന്ന കാര്യമാണ് പേഷ്യൻസ് റെക്കോർഡ്. റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഞാനൊരു രോഗമായിട്ട് ചെല്ലുന്നു, എനിക്ക് എന്തെങ്കിലും മരുന്നുകളൊക്കെ ഡോക്ടർ കുറിച്ച് വെക്കുന്നു, അപ്പൊ ഇതൊക്കെ ഉണ്ട്, അത് ഫാർമസി കൊടുത്ത് മരുന്ന് വാങ്ങിച്ചു പോകുന്നു, അത് അവിടെ കഴിഞ്ഞു, അത് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം എന്റെ അസുഖം മാറിയിട്ടില്ല, വീണ്ടും വരുന്നു, അപ്പൊ നോക്കി ആ റെക്കോർഡ് അവിടെ ഇല്ല. അപ്പൊ ഇന്നലെ എന്ത് സുഖം, വീണ്ടും നമ്മളെ കാര്യങ്ങൾ പറയണം, വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്, ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് സിസ്റ്റം ഇല്ല. ഇന്ന് വരുന്നു കൊടുത്ത് വിടുന്നു, ഒന്നും ഇവിടെ റെക്കോർഡിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് ട്രീറ്റ്മെന്റ്. അതായത് നമ്മൾക്ക് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ സിമിലർ ആയിട്ട് ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും ഒക്കെ വരുമ്പോ അതേക്കുറിച്ച് പഠനങ്ങൾ നടത്തി അത് മനസ്സിലാക്കി മറ്റുള്ളവരെയും ചികിത്സിക്കാനുള്ള ഒരു രീതിയും കൂടിയാണ് അല്ലെ ഇത്തരം റെക്കോർഡുകൾ. പുതിയ പുതിയ രോഗങ്ങളാണല്ലോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രോഗങ്ങളൊക്കെ പുതിയത് കണ്ടുപിടിക്കുമ്പോ ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് റിസർച്ച് എടുത്ത് കണ്ടുപിടിച്ചു. സോ ഇനിയും ഈ രോഗങ്ങളുള്ള ആളുകൾ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
ഇതൊക്കെ ഓർത്തിരിക്കാനൊന്നും പറ്റില്ല, അന്നേരം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇത് ഹെൽപ്പ് ചെയ്യും നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ മനസ്സിലാക്കി നമ്മൾ നോക്കി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ പേഷ്യന്റ് റെക്കോർഡ്സ് ടു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഈസ് ഓൾസോ നെസസറി. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുക്കാൻ, മറ്റ് ഹോസ്പിറ്റൽസിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അബൌട്ട് ദ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്, അതിന് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദ ഹെൽത്ത് കെയർ ടീം, സാധാരണ അപ്പൊ ഒരു ഹെൽത്ത് കെയറിന്റെ ടീം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിലെ എല്ലാവരും തന്നെ ഇന്ററാക്ട് വിത്ത് ദ പേഷ്യൻസ് ആൻഡ് ഡിഫറെന്റ്. നമുക്കറിയാം ഒരു കാലത്ത് ചിലപ്പോൾ റൗണ്ട്സിന് പോകുന്നു ഡോക്ടർ, വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും റൗണ്ട്സിന് പോകുന്നു, അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കുറിച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ അന്നേരം കിട്ടും. ഇതൊക്കെ അവർ നോട്ട് ചെയ്ത് വെക്കും അല്ലെ, ആ ഒരു നോട്ടില് കൂടെയുള്ള നേഴ്സോ ആരെങ്കിലും ഒക്കെ നോട്ട് ചെയ്യും. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ ഔട്ട് പേഷ്യന്റ് ആയവര്, കിടക്കണമെന്നുള്ളവരല്ല, അല്ലാത്തുള്ളവരൊക്കെ ഇച്ചിരി പ്രായമൊക്കെ ഉള്ളവര് ഇടയ്ക്ക് മാസത്തിലോ ഒക്കെ ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യും ഇല്ലേ. ചില എന്താ പറയാ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു മാസം അല്ലെങ്കിൽ 1-2 മാസം കൊടുക്കുക, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ അവരേക്ക് ഒന്ന് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ചെക്കപ്പ് നടത്തും. സോ ഓൾ ദീസ് ഇൻഫോർമേഷൻസ് വിൽ ബി റെക്കോർഡ്. ഇതെല്ലാം അവിടെ റെക്കോർഡ് ആയിട്ടുണ്ടായിരിക്കും. സോ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് വിൽ ഹെൽപ്പ് ദം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവർക്ക്, മറ്റ് ഹെൽത്ത് ടീമിലുള്ള ആളുകൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കാം, അല്ലെങ്കിൽ വെക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഈ പറയുന്ന ഇൻഫോർമേഷൻസ് വെൻ ദേ ആർ പാസിംഗ് ടു അതേഴ്സ് or transferring to others, മറ്റുള്ളവർക്ക് അതൊക്കെ അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ നമുക്ക് അത് പേഷ്യന്റിന്റെ ചിലപ്പോൾ ചില സമയത്ത് പേഷ്യന്റിന്റെ ഒരു എന്താ പറയാ സാങ്ഷൻ അല്ലെ, ഒരു ആക്സസ് കൂടി കയ്യിലെടുക്കണം. എന്ന് വെച്ചാൽ തന്റെ റെക്കോർഡ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട് അവര് ബുദ്ധിമുട്ട് ഇല്ല എന്നുള്ളത് പേഷ്യന്റിന്റെ കൂടിയുള്ള ഒരു സമ്മതം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഈ പറയുന്ന ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. ആ ഹോസ്പിറ്റൽസിനകത്ത് തന്നെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ള ആർക്കെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ പേഷ്യന്റിന്റെ ഒരു ആക്സസ് എന്താണ് നല്ലതാണ്, ഒരു സമ്മതം, മറ്റേ തന്നെ റെക്കോർഡ് റെഫർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു സമ്മതം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതല്ല എങ്കിൽ ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു കമ്മ്യൂണിക്കേറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓൾസോ അതർ ഓർഗനൈസേഷൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായത്, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ, ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ളതാ. വെറുതെ റോട്ടിൽ കൂടി പോണ ആൾക്കാർക്ക് വിളിച്ചു കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമ്മളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളെ ചികിത്സിക്കാനോ എന്തെങ്കിലും പ്രൊസീജിയർ നടത്താനോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറാനോ, ചിലപ്പോ പേഷ്യൻസിന്റെ റിലേറ്റീവ്സോ മറ്റാരെങ്കിലൊക്കെ വന്ന് ആവശ്യപ്പെട്ട് ഇവിടെ എന്തൊക്കെ മരുന്ന് കൊടുത്തു അല്ലെ എന്നൊക്കെ ചോദിച്ചറിയണമെന്നുണ്ട്. ചിലപ്പോ അതേ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഡോക്ടറാണ്, അപ്പൊ അവിടെയാണ് രോഗിയെ കൊണ്ടുപോയിക്കണേ, ചിലപ്പോ ഡോക്ടറിന്റെ ഏറ്റവും അടുത്ത ആള് അമ്മയോ ആരെങ്കിലും ഒക്കെ ആയി, അപ്പൊ എന്തൊക്കെ മരുന്ന് കൊടുത്തു. സോ ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന അവിടെ കൊടുത്ത കെയറിംഗ് ഒക്കെ ഈ ആൾക്കൊന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഇതൊക്കെ റെക്കോർഡഡ് ആയാൽ മാത്രമാണ് പറ്റുള്ളൂ. അപ്പൊ ഇത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പേഷ്യൻസ് റെക്കോർഡ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. Patients record are an important means by which physicians, nurses and others, whether within a single organization or across the organization, can communicate with one another about a patient needs. പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേഷ്യന്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് ഫിസിഷ്യൻസും നഴ്സസും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ എന്ത് ചെയ്യുന്നു, ആ ഓർഗനൈസേഷനകത്തോ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻസുമായിട്ടോ റെക്കോർഡുകൾ കൊടുക്കുക ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുക. അവർ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യും. ചിലപ്പോഴൊക്കെ പേഷ്യൻസ് തന്നെയും ആവശ്യപ്പെടും തന്റെ റെക്കോർഡുകൾ കാണണമെന്ന്. കാരണം എനിക്ക് എന്തൊക്കെ മരുന്നെന്ന്, ചിലപ്പോ വലിയ അബോധാവസ്ഥയിലായിരിക്കും പേഷ്യന്റിനെ കൊണ്ടുപോയത്, പെട്ടെന്ന് ഉണ്ടായ വല്ല അസുഖമായിട്ട്, പിന്നീട് ആൾക്ക് ബോധമൊക്കെ വന്നു കഴിഞ്ഞപ്പോ ചിലപ്പോ ചിലപ്പോ അറിവുള്ള ചിലപ്പോ മെഡിക്കൽ ഫീൽഡിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോ മരുന്നുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണെങ്കിൽ അവർ വേണമെങ്കിൽ തന്നെ ഓൾസോ ആസ്ക് ഫോർ ദ വെരിഫിക്കേഷൻ, ആ എന്ത് മെഡിസിൻ ഒക്കെ തന്നു എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ അവരും വേണമെങ്കിൽ ചോദിച്ചേക്കാം. സോ ആ അവകാശം നമുക്ക് അതിന് വേണ്ടിയിട്ടും, ഞാൻ കിടക്കാണ്, എനിക്കിപ്പോ ഇന്ന മരുന്നൊക്കെയാണ് അറിയാം, പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ബോധം വന്നു കഴിയുമ്പോ എനിക്ക് എന്തൊക്കെയാണെന്ന് അറിയണം, എന്തൊക്കെ നിങ്ങൾ എനിക്ക് തന്നു, എന്ത് ഇഞ്ചക്ഷനാ തന്നെ, എന്ത് മരുന്നാ തന്നെ, ഇതൊക്കെ ഒന്ന് അറിയണം എന്ന് എനിക്ക് ബോധത്തോടെ വരുമ്പോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അതെനിക്ക് ഷെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഇനി എന്താ പേഷ്യന്റ് റെക്കോർഡ്സ് കൊണ്ടുള്ള മറ്റുപയോഗം? ലീഗൽ ഡോക്യുമെന്റേഷൻ. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലീഗൽ ഡോക്യുമെന്റേഷൻ. ലീഗൽ ഡോക്യുമെന്റേഷൻ നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റുകളായിട്ടും പേഷ്യന്റ് റെക്കോർഡുകൾ മാറാറുണ്ട്. ഹൗ?
if any type of illegal things happen in any person. നമുക്കറിയാം എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, എല്ലാ വഴി കിടന്ന് അടികൂടി കുത്തേറ്റു വന്നു റോഡിലൊക്കെ അല്ലെ, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താ പറയാ ആളുകൾ തമ്മിൽ ഉണ്ടാകുന്ന കേസസ് ആണ്. അങ്ങനത്തെ കേസസ് ഒക്കെ വരിക, അല്ലെങ്കിൽ ആക്സിഡന്റ് കേസുകൾ കൊണ്ടുവന്നു, അവിടെ എത്തിയപ്പോഴേക്കും രോഗി മരിച്ചുപോയി, ഓക്കെ, ഇതൊക്കെ ലീഗലി എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോ എന്താണ്, ലീഗൽ പർപ്പസിന് പോലീസ് അന്വേഷണത്തിന് വരും, അല്ലെ, നമ്മൾ പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. സോ ഓൾ ദ തിങ്സ് റിഗാർഡിംഗ് ദ പേഷ്യന്റ് വെൻ ദേ ആർ അറൈവിംഗ് അറ്റ് ദ ഹോസ്പിറ്റൽ ഹാവ് ടു ബി റെക്കോർഡഡ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ, അതുവരെ എത്തി, അത് കഴിഞ്ഞപ്പോഴും മരിച്ചു വെക്കണം. അപ്പൊ ആ സമയം എപ്പോഴൊക്കെയാണ് അവർ എത്തിയെന്നും എന്തായിരുന്നു അപ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ അന്നേരം എന്നും നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്തോ എന്നും ഉള്ളതൊക്കെ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചാൽ it will be a source of evidence. അതൊരു പ്രാഥമികമായിട്ടുള്ള തെളിവാണ് ആ ഒരു ആളെ സംബന്ധിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. പോലീസ് ഒന്ന് ചോദിച്ചാൽ എടുത്തു കൊടുക്കാം. ആൻഡ് ഓൾസോ ചില സമയത്ത് പോലീസ് മാത്രമല്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും അന്വേഷണത്തിൽ വന്നു കഴിയുമ്പോൾ ലോ ഫുള്ളി നമുക്ക് ഇതൊക്കെ ഒരു എവിഡൻസ് ആയിട്ട് എന്താ പറയാ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ. സോ patient records is also known as legal documentation. അതിൽ നമുക്ക് ലീഗൽ ഡോക്യുമെന്റേഷൻ കൂടിയാണ് എന്ന് നമുക്ക് പറയാം പേഷ്യന്റിന്റെ റെക്കോർഡുകൾ. കാരണം പറയാൻ പറ്റില്ല, മനുഷ്യര് പല രീതിയിലാണ്, അത് ഹൗ ദേ വിൽ റിയാക്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ രോഗം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, എത്ര വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നു, കേട്ടില്ലേ, നിങ്ങളൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയതാ. പക്ഷെ ഡെലിവറി സമയത്തൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ വരുന്നു. പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതെ പോയ ആള് ചിലപ്പോ കുട്ടി ജനിച്ചു കഴിയുമ്പോ മരിച്ചുപോയി എന്ന് കേൾക്കുന്നു, കുട്ടിയല്ല അമ്മയൊക്കെ, അങ്ങനെയൊക്കെ എന്തോരം വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നു, ഇല്ലേ, കേട്ടില്ലേ, ജന്മദിന. അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യും, കൂടെയുള്ളവര് എന്താ പറയാ റിലേറ്റീവ്സ് തീർച്ചയായിട്ടും അവർ റിയാക്ട് ചെയ്യും. കാരണം ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പോയപ്പോ, എല്ലാം ഓക്കെയായിരുന്നു, എല്ലാ കാര്യങ്ങളും ഓക്കെയായിരുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ്, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അറിയില്ല എന്തൊക്കെ സംഭവിക്കാന്ന്. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചു പോയി, എഴുതി വെച്ചേക്കണം, എന്തൊക്കെ മരുന്നുകൾക്ക് കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, ഇതെല്ലാം റെക്കോർഡിങ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റെക്കോർഡ് നോക്കി നമുക്ക് ലീഗലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇത് കൊടുത്തത് തെറ്റാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇത് തെളിവ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരാൻ ചിലപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ട് വരാം ഈ റെക്കോർഡ്സ്. അപ്പൊ ആ റെക്കോർഡ്സ് എന്തായാലും കീപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് ഫോർ ലീഗൽ പർപ്പസ്, നിയമപരമായ വശങ്ങൾക്ക്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു അഡേജ് മീൻസ് പ്രൊവർബ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻ ഓൾഡ് ബട്ട് അൺഡിനയബിളി ട്രൂ അഡേജ് എന്ന് വെച്ചാൽ പഴയതാണ്, പക്ഷെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത ഒരു പ്രോവർബ്. അഡേജ് മീൻസ് പ്രോവർബ് എന്നാണ് ഒരു എന്താ പറയാ പഴഞ്ചൊല്ല് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പേഷ്യന്റ് റെക്കോർഡ്, പേഷ്യൻസിന്റെ റെക്കോർഡുകളെ സംബന്ധിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ഇങ്ങനെയാണ് പറയുന്നത്, എന്താണത്, ഇഫ് ഇറ്റ് വാസ് നോട്ട് ഡോക്യുമെന്റഡ് ഇറ്റ് വാസ് നോട്ട് ഡൺ എന്നാണ്. എന്തെങ്കിലും കാര്യം ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മള് ചെയ്തു, പക്ഷെ അത് ഡോക്യുമെന്റിൽ എഴുതി ചേർത്തിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം അത് കൊടുത്തിട്ടില്ല എന്നാണ്. മനസ്സിലായി? അത്രയും ശക്തമായ ഒരു സെന്റൻസ് ആണ് ആ ഒരു എന്താ പറയാ പേഷ്യന്റിന്റെ റെക്കോർഡിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആര് പറയുന്നത്, ഈ പറയുന്ന രീതിയിൽ, അതായത് ഒരു പ്രോവർബ് പറയുന്നത്. മനസ്സിലായോ? ഇന്ന സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡോക്യുമെന്റിൽ ഉണ്ടാവണം. ഇന്ന ഇഞ്ചക്ഷൻ ആ രോഗിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡോക്യുമെന്റഡ്. അത് അവിടെ എഴുതണം. ഇന്ന എന്താ പറയാ ഡോസിലുള്ള ഇന്ന ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് അവിടെ എഴുതി വെച്ചു. ഓക്കെ, അതല്ല, അത് ഡോക്യുമെന്റിൽ വന്നിട്ടില്ല. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോ തന്നെ രോഗിക്ക് ഇന്ന ഇഞ്ചക്ഷൻ കൊടുത്തു എന്ന് വാഗോണ്ട് പറയുന്നു, പക്ഷെ ഡോക്യുമെന്റിൽ ഇല്ല. വാഗോണ്ട് പറഞ്ഞ കാര്യമുണ്ടാ, വാക്കും പഴയ ശാന്തി കണക്കാണെന്ന് പറയും അല്ലെ. വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി ഡോക്യുമെന്റഡ്. ഡോക്യുമെന്റിലുണ്ടോ അതാണ് തെളിവ്. അപ്പൊ തെളിവിലില്ലാത്ത, ഡോക്യുമെന്റിൽ ഇല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പേഷ്യന്റ് റെക്കോർഡ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പണ്ടത്തെ ആരോ എഴുതി വെച്ചേക്കുന്നത് ഒരു പഴഞ്ചൊല്ല് പറഞ്ഞേക്കുന്നതാണ്. ആ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് പോലെ എന്തില്ല, ഇത് കൃത്യമായൊരു കാര്യമാണെന്ന്. മനസ്സിലായോ? ആ പഴഞ്ചൊല്ലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റാത്ത ഒരു പഴഞ്ചൊല്ലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു ലീഗൽ ഡോക്യുമെന്റേഷൻ. അല്ലാണ്ട് നമ്മള് അയ്യോ ഞങ്ങൾ കൊടുത്തണ്ടായി ഇവിടെ എഴുതി വെക്കാൻ മറന്നു ഇതാണ് കാര്യമില്ല പറഞ്ഞിട്ട് ഞങ്ങളത് കൊടുത്താതിരിക്കുക എന്നുള്ളതല്ല. ഇവിടെ ഡോക്യുമെന്റിലുണ്ടോ എന്നാൽ മാത്രമേ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. മരുന്ന് കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്. അതല്ല ഞങ്ങളത് വിട്ടുപോയതാണ്, പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു, എഴുതി ചേർക്കാമെന്ന് വിചാരിച്ചു, ഇതൊന്നും അവിടെ നടപ്പിലാകുന്ന കാര്യങ്ങളല്ല. ക്ലിയർ ആയോ? ലീഗൽ ഡോക്യുമെന്റേഷൻ ക്ലിയർ ആയോ? യെസ്. സോ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് റെക്കോർഡ്സ്
describe document care and treatment and also legal records. Patient records legal document ആണ്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മളുടെ കെയറിങ്ങിന്റെയും ട്രീറ്റ്മെന്റിന്റെയും ഡിസ്ക്രിപ്ഷൻ അതാണ് അതിനകത്ത് ചേർത്തേക്കുന്നത്. അവർ സെന്റൻസ് അപ്ലൈ ചെയ്യാം. ഇനി എന്താണ് an old but undeniably true adage. Adage എന്ന് പറഞ്ഞ പ്രോവർബ് എന്നാണ് കേട്ടോ. PROVERB പഴഞ്ചൊല്ല്. അതൊന്നും അറിയില്ലാത്തവര് മീനിങ് ഒന്ന് എഴുതി വെച്ചിട്ട് about the legal significance of patient record says. പേഷ്യന്റ് റെക്കോർഡുകളുടെ നിയമപരമായിട്ടുള്ള വശം ഇമ്പോർട്ടൻസ് അതിനെ തെളിയിക്കുന്ന ഒരു പ്രോവർബ് ഇങ്ങനെ പറയുന്നു. എന്താണ് ആ പ്രോവർബ്? ഇഫ് ഇറ്റ് ഈസ് വാസ് നോട്ട് ഡോക്യുമെന്റഡ് ഇറ്റ് വാസ് നോട്ട് ഡൺ. ഇത് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല, അത് ചെയ്തിട്ടില്ല. എല്ലാ കാര്യവും ഡോക്യുമെന്റ് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം മനുഷ്യന്മാരുടെ ഇതാണ് വാക്കൊക്കെ മാറ്റി പറയും. അപ്പൊ അതുകൊണ്ട് ലീഗൽ അപ്രൂവൽ അല്ലെങ്കിൽ ലീഗൽ എവിഡൻസിന് വേണ്ടിയിട്ട് എന്ത് കാര്യവും നമ്മൾ എഴുതി തയ്യാറാക്കും. പല ആളുകൾ ഇപ്പൊ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇപ്പൊ വിവാഹം, മാരേജ് നടക്കും അല്ലെ, എവിടെയെങ്കിലും നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഇന്നാണ് തമ്മിലുള്ള വിവാഹം നടന്നു അല്ലെ. അതാണ് അതിന്റെ നിയമപരമായ വശം. അതിന്റെ ലീഗാലിറ്റി ഉണ്ട്. അതിന് നിയമപരമായ സാധ്യതയുള്ള കാര്യമാണ്. കാരണം ഓൾറെഡി അത് നിയമാനുസൃതം എന്ത് ചെയ്തു, അത് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ നിയമം അല്ലെ. അതല്ല എങ്കിൽ അയ്യോ ഞങ്ങളുടെ തമ്മിൽ കല്യാണം കഴിച്ചു അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതാണ്. അപ്പൊ അങ്ങനത്തെ ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ട് ഏത് പേഷ്യൻസിനെയും സംബന്ധിക്കുന്ന എന്ത് കാര്യങ്ങളും റെക്കോർഡ്സിൽ ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡോക്യുമെന്റഡ് ഇറ്റ് ഈസ് നോട്ട് ഡൺ എന്നാണ്. ചെയ്തില്ല എങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. ഡോക്യുമെന്റിൽ ഇല്ല എങ്കിൽ അത്തരം ഒരു പ്രൊസീജിയറോ ഒരു ശുശ്രൂഷയോ കെയറിങ്ങോ ട്രീറ്റ്മെന്റോ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അർത്ഥം. ഓക്കെ, ഇനി എന്തിനാ പേഷ്യന്റ് റെക്കോർഡ്? അപ്പൊ പേഷ്യന്റ് റെക്കോർഡ് ഇതിലൊക്കെയാണ് നമ്മുടെ ഒരു കെയറിങ്ങിന്റെ ഒരു എപ്പിസോഡ് അതിനെ പ്ലാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മുടെ കെയർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു പേഷ്യന്റ് റെക്കോർഡ്. പിന്നെ പേഷ്യന്റിന് കെയർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഓർഗനൈസേഷൻ അകത്തുള്ള ലാബിലേക്ക് മറ്റ് ഫിസിഷ്യൻസിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ പുറത്തുള്ള ഹോസ്പിറ്റൽസിലേക്കോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പേഷ്യന്റ് റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലീഗൽ ഡോക്യുമെന്റേഷനും പേഷ്യന്റ് റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പർപ്പസാണ് പറയുന്നത്. പേഷ്യന്റ് റെക്കോർഡിന്റെ പർപ്പസുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്, എന്താ അതിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലായോ? റിസർച്ച് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഇനി എന്തിനാ പേഷ്യന്റ് റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്നത്? റിസർച്ചിനും ക്വാളിറ്റി മാനേജ്മെന്റിനും. അതെന്താ റിസർച്ച്? നോക്കുക, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചില അസുഖങ്ങളൊക്കെ വരുമ്പോ ചില റെയർ കേസിലുള്ള അസുഖങ്ങൾ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ളതല്ലാത്ത ചില അസുഖങ്ങൾ വരുമ്പോ അങ്ങനെയുള്ള അസുഖങ്ങളിൽ ഞാനിപ്പോ എന്തെങ്കിലും ഒരു രോഗമായിട്ട് ചെല്ലുന്നു, ഇതുവരെ ആരും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു രോഗം വന്നിട്ടുണ്ടോ എന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ പഠനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ കണ്ടതായിട്ട് കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് നോക്കിയിട്ട് ഈ ഒരു അസുഖം വന്ന ഒരാളെ ഇവിടെ കാണാനില്ല. അപ്പൊ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും എനിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് അവർക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു രോഗിയെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ രോഗിക്ക് ഇത്തിരി ജീവനുണ്ടെങ്കിൽ ജീവനോടെ ആളെ പുറത്തേക്ക് വിടുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ എന്താണ് എന്റെ അസുഖം എന്ന് കണ്ടുപിടിക്കാൻ നോക്കും അല്ലെ. അപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും റെഫർ ചെയ്യേണ്ടി വരും, എക്സ്പേർട്സിന്റെ സഹായം തേടേണ്ടി വരും, ഇന്റർനാഷണൽ കോളൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. കാരണം ഇന്ന കാര്യമാണ്, അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഇന്ന രോഗമാണ്, ആൾക്കാർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇതാണ് അതിന്റെ സിംറ്റം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ ആഫ്റ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരത് എന്തിനെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും, മരുന്ന് കൊടുക്കുക, എന്നിട്ട് ആ മരുന്ന് വെച്ചിട്ട് ആൾ ഇമ്പ്രൂവ്ഡ് ആവണ്ടോ നോക്കുക. അപ്പൊ അവരൊരു കാര്യം കണ്ടെത്തി, ഇന്ന രോഗത്തിന്റെ കാര്യം കണ്ടെത്തി. അത് വിൽ ബി എന്ത് ചെയ്യും? റെക്കോർഡ്സ് ഇങ്ങനെ വെക്കുമല്ലോ, ഇതിന്റെ മരുന്ന് കൊടുത്തപ്പോ ആ രോഗം മാറി എന്നുള്ളത്. സോ ദീസ് റെക്കോർഡ്സ് വിൽ ഹെൽപ് ദം ടു മേക്ക് സ്റ്റഡീസ് ഇൻ ഫ്യൂച്ചർ. പിന്നീടുള്ള ഭാവിയിലുള്ള പഠനങ്ങൾക്ക് അല്ലെ ഇത് വെച്ചിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ഇനിയും ഇതേ രോഗം വരുന്ന ഏതെങ്കിലും ചിലപ്പോ കൊല്ലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ രോഗം വരിക. അപ്പൊ അങ്ങനത്തെ പഠനങ്ങള് ഈ പറയുന്ന റെക്കോർഡ്സ് അതിന് ഹെൽപ്പ് ചെയ്യും. അത് വെച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള വേറെ രോഗം വന്ന ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. സോ റിസർച്ച് പർപ്പസിനും പേഷ്യന്റ് റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ റിസർച്ച് പർപ്പസിന് വേണ്ടി റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുമ്പോൾ മാത്രമല്ല അത് നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഹോസ്പിറ്റൽസിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കൊടുക്കുന്ന കെയർ ഓക്കെ, പക്ഷെ ഇതിനെ കുറച്ചുകൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന ലെവലിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽസിന്റെ പേഷ്യന്റ് റെക്കോർഡ്സ് സഹായിക്കുന്നുണ്ട്. പേഷ്യന്റ് റെക്കോർഡുകളിൽ നിന്നാണ്
ഇങ്ങനെയുള്ള ഇംപ്രൂവ്മെന്റുകൾ വരുത്താനും റിസർച്ച് പഠനങ്ങൾ നടത്താനും ഒക്കെ ഹോസ്പിറ്റൽസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. Then ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാത്ത ഫസ്റ്റ് വൺ. Patient records are used in many facilities for research purposes and for monitoring the quality of care provided. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസും അതിനുള്ള പഠനങ്ങൾ നടത്തിയില്ലെങ്കിലും ചില മെഡിക്കൽ സെന്റേഴ്സിലൊക്കെ എന്തായാലും ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോ അവിടെയൊക്കെ പല റിസർച്ച് ഒക്കെ നടത്തും. അപ്പൊ ആ റിസർച്ച് അവർ നടത്തുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ഇൻഫർമേഷൻസ് ചിലപ്പോൾ പാസ് ചെയ്ത് വരും ഇന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്. കാരണം മെഡിക്കൽ സെന്റേഴ്സിലായിരിക്കും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാകുക അല്ലെ. അപ്പൊ ദേ ക്യാൻ മേക്ക് റിസർച്ച് സ്റ്റഡീസ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ്. ആ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള റിസർച്ച് നടത്തി മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അത് എല്ലാ ഹോസ്പിറ്റൽസിലും മെഡിക്കൽ സെന്റേഴ്സിലൊക്കെ അത് നടക്കും. അപ്പൊ ഇത് വേണം, ഇവിടുന്ന് ഇൻഫർമേഷൻ കൊടുത്താലല്ലേ ചില പേഷ്യൻസിന്റെ അത്തരം രോഗികളുടെ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്ന രോഗികളുടെ ഇൻഫർമേഷൻസ് ഡോക്യുമെന്റ്സ് അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാലേ അവർക്ക് പഠനങ്ങൾ നടത്താൻ പറ്റുള്ളൂ. വെറുതെ പഠനങ്ങൾ നടത്താൻ പറ്റുമോ? ഇല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പോയിന്റ്, റിസർച്ച് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, പിന്നെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു പോയിന്റ് കൂടി പറയാം. ബില്ലിംഗ് ആൻഡ് റീഇംബേഴ്സ്മെന്റ്. പേഷ്യന്റ് റെക്കോർഡ്സിന്റെ ബേസിസിലാണ് പേഷ്യന്റിന്റെ ബില്ലൊക്കെ അടിച്ചു വരണേ അല്ലെ. എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. സോ പേഷ്യന്റ് റെക്കോർഡ് ഹെൽപ്പ് ഫോർ ബില്ലിംഗ് പർപ്പസസ്. ബില്ലിങ്ങിന് വേണ്ടിയിട്ടും ബില്ല് ചെയ്യാൻ എന്ന് വെച്ചാൽ ഞാനിപ്പോ രോഗം വന്ന് ഹോസ്പിറ്റലിൽ പോയി ആ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഡോക്ടർ കൺസൾട്ട് ചെയ്തു. അപ്പൊ ഡോക്ടറുടെ ഫീസ് ഉണ്ട്, ഫാർമസിയിൽ നിന്ന് ഇന്ന മരുന്നൊക്കെ വാങ്ങിച്ചു, ഫാർമസിയിലെ ബില്ലുണ്ട്. ഓക്കെ, സോ ഈ റെക്കോർഡുകളാണ് എന്താ പറയാ നമ്മളുടെ ബില്ലിങ്ങിനും മറ്റുമൊക്കെ സഹായിക്കുന്നത്. ബില്ലിങ്ങിന് മാത്രമല്ല റീഇംബേഴ്സ്മെന്റ്. ചില ആൾക്കാർ നേരിട്ട് കാശ് കൊടുക്കും, ബില്ല് പേ ചെയ്ത് പോരും. ചിലർക്ക് ചിലപ്പോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പേയ്മെന്റ് വിൽ ബി മെയ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി അല്ലെ. ഞാനിപ്പോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ദ ബിൽ പേയ്മെന്റ് ഓഫ് മൈ കെയർ, എനിക്ക് തന്നിരിക്കുന്ന കെയറിങ്ങിന്റെ ഒക്കെ ബില്ല് ചിലപ്പോൾ കൊടുക്കുന്നത് ചിലപ്പോ അല്ല, അങ്ങനെ ക്ലെയിം ഉണ്ടെങ്കിൽ അത് എനിക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ചോദിച്ച് വാങ്ങിക്കാം അല്ലെ. അപ്പൊ ബില്ല് പേ ചെയ്യുന്നത് അവരായിരിക്കും. അപ്പൊ ഏതായിക്കോട്ടെ അവര് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കാശ് കൊടുക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പേഷ്യൻസ് റെക്കോർഡ്. പേഷ്യൻസ് റെക്കോർഡ് പ്രകാരം തന്നെയാണ് ബിൽ പേയ്മെന്റ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി അപ്പൊ തന്നെ ബിൽ പേയ്മെന്റ് കൊടുത്തെന്ന് വരില്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കും. എനിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും എന്റെ കയ്യിൽ നിന്ന് എടുക്കും. പക്ഷേ ഐ ക്യാൻ ഗോ ഫോർ റീഇംബേഴ്സ്മെന്റ്. എന്ത് ചെയ്യാം, പിന്നീട് അത് എനിക്ക് എന്റെ കമ്പനിയിൽ നിന്ന് ഞാൻ തിരിച്ച് വാങ്ങിക്കാം. ആണ് റീഇംബേഴ്സ്മെന്റ്. ചിലപ്പോ ആ ഇൻഷുറൻസ് ക്ലെയിമിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ എഗ്രിമെന്റിലോ കരാറിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസും എടുക്കുന്ന സമയത്തെ ഒരു ഗ്യാരണ്ടി, ഒരു കോൺട്രാക്ട് ഒക്കെ ഉണ്ട്. അതിൽ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതെല്ലാം ഓക്കെ ആയാൽ മാത്രമാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, നമ്മളുടെ മരുന്ന് നമുക്ക് വേണ്ട കെയറിന്റെ പൈസയൊക്കെ ഹോസ്പിറ്റലിൽ അടയ്ക്കാം. പക്ഷെ ബിഫോർ ദ ഡിസ്ചാർജ്, നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുൻപ്, പോരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ആ പേയ്മെന്റ് ഒക്കെ അവിടെ തീർന്നിരിക്കണം. പക്ഷെ ഇൻ കേസ് ചിലപ്പോഴൊക്കെ ഇൻഷുറൻസ് കമ്പനിയുടെ ഇതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സിന്റെ ലാക്ക് കൊണ്ട് നമ്മൾ ഡിസ്ചാർജ് ആയിട്ടും പേയ്മെന്റ് ഒന്നും ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ സ്വന്തം കാശ് എടുത്ത് കൊടുക്കണം. എന്നിട്ട് പിന്നീട് അത് റീഇംബേഴ്സ്മെന്റിന് വേണ്ടി കൊടുക്കണം. അതൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് മെഡിക്കെയർ ഇൻഷുറൻസുകൾ, മെഡിക്കെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ ചില US കൺട്രീസിലൊക്കെയാണ് കേട്ടോ അത്. ഈ പുവർ പീപ്പിളിന് എന്താ പറയാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരുതരം ഇൻഷുറൻസ് ആണ്. അങ്ങനെ ഒരു മെഡിക്കെയ്ഡ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഉള്ള ഒരു കാര്യമാണത്. മെഡിക്കെയർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇൻഷുറൻസുകളാണ് കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേഷ്യന്റ് റെക്കോർഡ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത് ടു കൺഫേം ദ ആക്യുറസി. നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഇത്ര രൂപ ഹോസ്പിറ്റലിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്നത് ഇത്ര രൂപ 10,000 രൂപ ഹോസ്പിറ്റലിലായിട്ടെന്ന് ഓടിച്ചെന്ന് ഇൻഷുറൻസ് കമ്പനിയെ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ പോയിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. യു ഹാവ് ടു സബ്മിറ്റ് ദ എവിഡൻസ്. അവിടെ എവിഡൻസ് വേണം, എന്ത് റെക്കോർഡുകൾ കാണിക്കണം, എന്നാലേ ഇന്ന
പൈസക്ക് എത്രയാണോ അതിലൊരിത് ഹോസ്പിറ്റലിലേക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മൾ വാങ്ങുന്നു പറഞ്ഞാലും കാര്യമില്ല. ക്ലിയർലി ഡോക്യുമെന്റഡ് ആയിട്ടുള്ള എമൗണ്ടുകൾ മാത്രമേ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? നമ്മളോട് പറയാണ് ഇത്ര രൂപ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ് ഒരാൾ വന്നിട്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് രോഗമൊക്കെ നോക്കി മരുന്നൊക്കെ വാങ്ങിച്ചു, ഇത്ര രൂപ എന്നങ്ങോട്ട് പറയാനല്ലോ, നമുക്കൊരു ബില്ല് കൂടി തരുമായിരിക്കും. അപ്പൊ അത് നമ്മളുടെ ഒരു എവിഡൻസ് ആണ്. ചിലർക്ക് ഈ ബില്ല് കാണിച്ചാൽ ചിലർക്ക് നിന്നൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ആ പൈസ തിരിച്ചിട്ട് ചില ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മരുന്നൊക്കെ എത്ര രൂപ ചെലവായി അതിന്റെ എമൗണ്ട് ഒക്കെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ചില ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ബില്ല് ഷുഡ് ബി പ്രൊവൈഡഡ്. ബില്ലിംഗ് എവിഡൻസ് ആണ്, അല്ലെങ്കിൽ അവിടെ അപ്പൊ അതൊരു റെക്കോർഡാണ്, ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പേഷ്യന്റ് റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? Yes, so underline ചെയ്യാം. Patient records provide the documentation patients and payers used to verify billed services. Bill services എങ്ങനെയാണ് നടത്തിയത്, അതുപോലെ തന്നെ അതിന്റെ യൂസും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോക്കാം. Insurance companies and other third-party payers insist on clear documentation to support any claim submitted. തങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് ക്ലെയിമുകളും നടത്തിക്കൊടുക്കാനായിട്ട് ഇൻഷുറൻസ് കമ്പനിയും മറ്റ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഡിപ്ലോമയില്, അവരൊക്കെ തീർച്ചയായും ഇൻസിസ്റ്റ് ചെയ്യുന്നത് എന്താണ് അവർ വേണമെന്ന് ആവശ്യപ്പെടുന്നത്? ക്ലിയർ ഡോക്യുമെന്റേഷൻ, കൃത്യമായ രേഖകള്, മരുന്ന് വാങ്ങിച്ചതിന്റെ, മരുന്ന് തന്നതിന്റെ, ഓപ്പറേഷന്റെ, അതിന്റെ ഇതിന്റെ പറഞ്ഞ് അവര് എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ നിന്ന് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി ആയിക്കോട്ടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇൻഷുറൻസിന്റെ ക്ലെയിമുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ലൈസൻസ് കിട്ടിയിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിളിക്കുക. അവരും ഒക്കെ ആവശ്യപ്പെടും. ക്ലിയർ ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരും എന്ത് ചെയ്യുന്നുള്ളൂ, ബിൽ പേയ്മെന്റ് നടത്തുള്ളൂ, അല്ലെങ്കിൽ ക്ലെയിമിന് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. Then ആ രണ്ട് സെന്റൻസ് വേണം. ആൻഡ് ലാസ്റ്റ് വൺ ഇവിടെ ഉണ്ട് ടർണം. അടുത്ത സെന്റൻസ് filing a claim for the service that is not clearly documented in the patient record may be constituted as fraud. നമ്മള് ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ് ഇല്ലാതെ എന്തെങ്കിലും തരത്തില് ക്ലെയിമുകൾക്ക് വേണ്ടി അവകാശപ്പെട്ടാൽ അത് എന്തായിട്ടായിരിക്കും കൺസിഡർ ചെയ്യാം? ഫ്രോഡ്, വഞ്ചന, ചതി. കണ്ടോ, ചതിച്ച് വഞ്ചിച്ച് നമ്മൾ അവരിൽ നിന്ന് കാശ് തട്ടിയെടുക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ ഡോക്യുമെന്റിലുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമുക്ക് ബില്ല് പേയ്മെന്റും അതുപോലെ റീഇംബേഴ്സ്മെന്റിലും ഒക്കെ നമുക്ക് റൈറ്റ്സ് ഉണ്ട്, അവകാശമുണ്ട്. അതല്ലാത്ത പക്ഷം എന്താണ്, ക്ലിയർ ഡോക്യുമെന്റ് ഇല്ല എങ്കിൽ അത് ഫ്രോഡ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഓക്കെ. സോ നമ്മളിവിടെ നിർത്താണ്. നമ്മളിന്ന് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് തുടങ്ങിയാണ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് തുടങ്ങിയാണ്. മെഡിക്കൽ റെക്കോർഡ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു. അവിടെ തുടങ്ങിയ നമ്മളെടുത്ത് പിന്നെ നമ്മളുടെ പേഷ്യന്റ് റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നതിന്റെ ഇൻഫോർമേഷൻ. കോൺസ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കണക്കാക്കുക കേട്ടാ. അങ്ങനെ എന്താ പറയാ, അസസ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. നമ്മളത് ഫ്രോഡ് ആയിട്ടാണ് ചോദിച്ചേക്കണേ. ഡോക്യുമെന്റ് ഇല്ലാത്ത കാര്യം നമ്മൾ ക്ലെയിം ആയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയോടൊക്കെ ചോദിക്കുമ്പോൾ അവരത് ഫ്രോഡ് ആയിട്ടായിരിക്കും മനസ്സിലാക്കുക, കണക്കാക്കുക. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഡ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, സോ സീ യു ഫ്രൈഡേ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.